ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ലോകം മുഴുവൻ ചോദ്യങ്ങൾ ഉയരുന്ന കാലമാണ്. എല്ലായിടത്തും ചോദ്യങ്ങൾ, എല്ലാവരോടും ചോദ്യങ്ങൾ, പ്രസക്തിയുള്ള ചോദ്യങ്ങൾ, അപ്രസക്തങ്ങളായ ചോദ്യങ്ങൾ, സ്ഥാനത്തും അസ്ഥാനത്തും ചോദ്യങ്ങൾ. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന ലോകത്ത് ഉത്തരം കൊടുക്കാൻ കഴിയാതെ മനുഷ്യൻ ബന്ധപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. മനുഷ്യരുടെ മലയാളിയുടെ ഒരു പ്രത്യേകത, കാണുമ്പം എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ എന്നാ കരുതും എന്നാണ്. എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന രീതിയിലാണ്. ഞാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചേട്ടൻ്റെ ചോദ്യം, അച്ഛൻ എന്നാ നടക്കുവാണോ? ഇതാണ് സാക്ഷാൽ നടപ്പ്. ഓട്ടത്തിൻ്റെ ഷേപ്പ് വേറെയാണ്. എന്നാലും ചോദിക്കും, അച്ഛൻ എന്നാ നടക്കുവാണോ? പള്ളിയുടെ പ്രധാന വാതിൽ തുറന്ന് അകത്തോട്ട് കയറുമ്പോഴും അച്ഛൻ പള്ളിയിൽ പോവുകയാണോ? പിന്നെ പുല്ല് പറിക്കാൻ പോവുകയാണോ? പള്ളിയുടെ വാതിലും തുറന്നിട്ട്. സ്ഥാനത്തും അസ്ഥാനത്തും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഓരോരുത്തരുടെ ഉള്ളിൽ ഏതുത്തരമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയാനും പറ്റിയല്ല. ഒരു കൊച്ചുകുട്ടി ചോദിച്ചു, അച്ഛാ, ഏപ്രിൽ 1-ാം തീയതി മനുഷ്യർക്കെല്ലാം വല്ലാത്ത ആവി, ചൂട്, അതിൻ്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞു, ഗ്ലോബൽ വാർമിംഗ് ഡേ അല്ല, ഭൂമി സൂര്യനോട് അടുക്കുന്നതുകൊണ്ട് അല്ല, ഏപ്രിൽ ഫൂൾ ആയതുകൊണ്ടാണോ? അല്ല. പിന്നെ എന്താ? അച്ഛാ, മനുഷ്യരെല്ലാവരും മാർച്ച് കഴിഞ്ഞ് വരികയാണ്, അതിൻ്റെ ആവിയാണ് ഏപ്രിൽ 1-ാം തീയതി. എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഒരുപാട് ചോദ്യങ്ങൾ. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കിടയിൽ ഒരു ഒറ്റപ്പെട്ട ചോദ്യം നമ്മൾ ചോദിക്കും, ആരാണ് മനുഷ്യൻ? ആരാണ് ഞാൻ? ആരാണ് ഈ മനുഷ്യൻ? ഇന്ന് മനുഷ്യനെ നിർദ്ദയം മൃഗത്തെ പോലെ കൊന്നുകൂട്ടുന്ന സമൂഹത്തിൽ, സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ, തെരുവ് ഗുണ്ടകളും തെമ്മാടികളും കൊലപാതകം ഒരു മനക്കടിയില്ലാതെ നടത്തുന്ന കാലഘട്ടത്തിൽ, അപ്പനെ പോലും വെട്ടിനുറുക്കി പ്ലാസ്റ്റിക് ബാഗിൽ ഒതുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മനുഷ്യനാര്? മനുഷ്യൻ്റെ വിലയെന്ത്? എന്താണ് മനുഷ്യജീവൻ്റെ അർത്ഥമെന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലൂടെ നമ്മൾ കൊണ്ടുപോകണം. ഒരിക്കൽ ചാൾസ് ഡാർവിൻ പറഞ്ഞു, മനുഷ്യൻ വാലുമുറിഞ്ഞ കുരങ്ങാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു, മനുഷ്യൻ സെക്സിൻ്റെ ഭാണ്ഡക്കെട്ടാണ്. നീറ്റ്ഷെ പറഞ്ഞു, ഭൂമി എന്ന ഗോളത്തിൻ്റെ ചർമ്മത്തിൻ്റെ മേലുള്ള ഗുരുതരമായ രോഗമാണ് മനുഷ്യൻ. സങ്കീർത്തകൻ പറഞ്ഞു, മനുഷ്യൻ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴെയായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. സൂര്യചന്ദ്രന്മാരെ അവൻ്റെ പാദത്തിന് കീഴിലാക്കി. ലോകത്തിൽ പലരും മനുഷ്യന് വിലയില്ലെന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ മനുഷ്യനെ ഏറ്റവും ബലപ്പെട്ടവനായിട്ടാണ് ചിത്രീകരിക്കുക. ഏറ്റവും ബലപ്പെട്ടവനായി. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 26ഉം 27ഉം വാക്യങ്ങളിൽ പറയും, മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്. സൃഷ്ടിയുടെ കിരീടമായി പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചു. യെശയ്യാ 43 പറയും, നീ വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനും ബഹുമാന്യനുമാണ്. യെശയ്യാ 49:16 പറയുന്നു, നീ വിലപ്പെട്ടതാണ്, നിൻ്റെ മുഖം എൻ്റെ ഉള്ളം കൈയിൽ വരച്ചു വച്ചിരിക്കുന്നു. ഇത്രയും വില ദൈവം നമുക്ക് തരുമ്പോൾ ലോകം പറയും മനുഷ്യന് വിലയില്ല. രാഷ്ട്രീയക്കാരോ നരവംശാസ്ത്രജ്ഞരോ സാഹിത്യകാരന്മാരോ ആരുമല്ല മനുഷ്യൻ്റെ വില നിശ്ചയിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ് മനുഷ്യൻ്റെ വില നിശ്ചയിക്കുക. ഒരു പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ വില നിശ്ചയിക്കുന്നത് ചായക്കടക്കാരല്ല, തട്ടുകടക്കാരല്ല, കശാപ്പ് കടക്കാരല്ല, ബേക്കറിക്കാരല്ല. കാറിൻ്റെ വില നിശ്ചയിക്കുന്നത് കാർ ഉണ്ടാക്കിയ കമ്പനിക്കാരാണ്. മനുഷ്യൻ്റെ വില നിശ്ചയിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല, സാമൂഹ്യ പ്രവർത്തകരല്ല, പത്രപ്രവർത്തകരല്ല. മനുഷ്യൻ്റെ വില നിശ്ചയിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവം പറയും, നീ വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനുമാണ്. അപ്പനും അമ്മയും പറയും, മോനെ നോക്കി, മോളെ നോക്കി, പഠിക്കാൻ കഴിവില്ലാത്ത ശവം. ദൈവം പറയും, ശവമല്ല, നീ വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ്. ഭർത്താവ് പറയും,
സൗന്ദര്യമില്ലാത്തൊരു പിശാച് ദൈവം അവളെ നോക്കി പറയും, മോളെ, നിൻ്റെ മുഖം എൻ്റെ ഉള്ളം കൈയിൽ വരച്ചു വച്ചിരിക്കുന്നു. കെട്ടിയവനെ നോക്കി ഭാര്യ പറയും, കാക്കാശിന് കഴിവില്ലാത്തവൻ. ദൈവം പറയും, മോനെ, നിൻ്റെ കണ്ണുനീർ തുള്ളികൾ ഒരു കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ഹൃദയം തകർന്നവർക്ക് ഞാൻ സമീപസ്ഥനാണ്. പ്രായമായ മാതാപിതാക്കളെ നോക്കി മക്കളും മരുമക്കളും കൊച്ചുമക്കളും പറയും, ശല്യം, ശാപം, കുടുംബത്തിൻ്റെ ഭാരം. ദൈവം പറയും, നിൻ്റെ മുടി നരയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. ദൈവം മനുഷ്യനെ എന്നും വിലപ്പെട്ടതായി കാണുന്നു, വിലയിടുന്നു. വിലയുള്ളവരായി ദൈവം മനുഷ്യനെ പരിഗണിക്കുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് എന്തു പറയും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ലോകത്തൊരാൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ 50 വർഷം, 70 വർഷം, 90 വർഷമൊക്കെ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ദൈവം എന്താണ് പറയുക? നമ്മളെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേകം പറയാനുണ്ടോ? ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഹെറോദേസിനെ കുറിച്ച് യേശു പറഞ്ഞു, ആ കുറുക്കൻ, ആ വാക്കാ പറയുക. യൂദാസിനെ കുറിച്ച് പറഞ്ഞു, അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. നത്താനിയലിനെ നോക്കി പറഞ്ഞു, കരയില്ലാത്ത ഇസ്രായേൽക്കാരൻ. നമ്മളെ നോക്കി എന്തു പറയും ദൈവം എന്നാണ്. കരയില്ലാത്ത ഇസ്രായേൽക്കാരനെന്ന് നമ്മെ നോക്കി പറയുമോ? അതോ ഇവൻ ഒരു ഭർത്താവായി, ഇവൾ ഒരു ഭാര്യയായി ജനിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പറയുമോ? കള്ളും കുടിച്ച് ഉഴപ്പി നടക്കുന്ന ഒരു കെട്ടിയവനെ നോക്കി തമ്പുരാൻ പറയുകയില്ലേ, ഇതിനേക്കാൾ ഭേദം കഴുത്തിൽ തിരികല്ല് കെട്ടി നീ കടലിൽ ചാടി ചാകുന്നതാണ്. ഭൂമിക്ക് ഭാരമായി, മറ്റുള്ളവർക്ക് തകർച്ചയായി കടന്നു പോകുന്ന ജന്മങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവിടെയാണ് നമ്മളെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും നല്ലത് വേണം. എത്ര കഷ്ടപ്പെട്ടാലും ചിലരെ കുറിച്ച് നല്ലതൊന്നും പറയാൻ നമുക്ക് കിട്ടത്തില്ലല്ലോ. ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനിയനും, 2 പേര് ശുദ്ധതമ്മാടികൾ. കള്ളുകുടി, പെണ്ണുപിടി, ചെറ്റപൊളി, എല്ലാത്തിലും ബിരുദാനന്തര ബിരുദമുള്ളവർ. അതിൽ അനിയൻ വണ്ടി ഇടിച്ച് മരിച്ചുപോയി. ചേട്ടന് വലിയ ഷോക്കായി. ഇവനെ അടക്കുമ്പോൾ അച്ഛന് ഒരു നല്ല വാക്ക് പോലും പറയാൻ കിട്ടുകയില്ലല്ലോ എന്നോർത്തു അവൻ ദുഃഖിച്ചു. അവൻ പള്ളിയിലെ അച്ഛന് കൊണ്ടുവന്ന് 25,000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, പള്ളിയിലെ ഓട് പൊട്ടിപ്പോയി, ജനലിൽ പൊടിയുണ്ട്, ഒന്ന് മിനുക്കാൻ വേണ്ടി ഈ പൈസ ഉപയോഗിക്കുക. പോകുന്നേരത്ത് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഒരു ഉപകാരം കൂടി എനിക്ക് ചെയ്യണം. അച്ഛൻ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, എൻ്റെ അനിയൻ്റെ ശവസംസ്കാര കർമ്മത്തിൽ അച്ഛൻ 2 വാക്ക് പറയുമ്പം അവൻ തെമ്മാടിയ, ഗുണ്ടയ, മോശക്കാരനാണെന്ന് പറയൽ. അവനെക്കുറിച്ച് 2 നല്ല വാക്കെങ്കിലും പറയണം. അതേ ഉള്ളൂ എനിക്ക് ആകെ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു കാര്യം. അച്ഛനോട് എന്തു പറയും ഇവനെക്കുറിച്ച്? മൃതസംസ്കാര കർമ്മമായി, ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുന്നു. അച്ഛൻ പറഞ്ഞു, ഇതുപോലൊരെണ്ണം ഉണ്ടാകാതിരുന്നാൽ മതിയെന്ന് പെറ്റ തള്ള പോലും ഓർത്തു പോയിട്ടുണ്ട്. നാടിന് ഭാരമാണ്, നമുക്കെല്ലാം ശല്യമായിരുന്നു. എത്ര ശല്യമായാലും ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതമെന്ന് നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊക്കെ തിരുത്താനുള്ള ഒരവസരവുമാണിത്. എങ്കിലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവൻ്റെ ജീവിച്ചിരിക്കുന്ന ചേട്ടനോട് ഇവനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വേറെ ഒന്നും നല്ലത് ഇവനെക്കുറിച്ച് പറയാനില്ല. ഇപ്പം നമ്മളെക്കുറിച്ച് ദൈവം എന്തു പറയും? അപ്പനമ്മമാരെന്തു പറയും? ജീവിത പങ്കാളി എന്തു പറയും? മക്കൾ എന്തു പറയും? ലോകമെന്തു പറയും എന്ന് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഒരവസരമായിട്ട് നമ്മൾ എടുക്കുക. നമ്മുടെ ജന്മം പാഴായ ജന്മമാണോ? ആർക്കും ഒന്നും കൊടുക്കാതെ നിൽക്കുന്ന ഫലമില്ലാത്ത ഒരു വൃക്ഷമാണോ? അതോ ജീവജലത്തിൻ്റെ അരുവിയുടെ പാർശ്വങ്ങളിൽ പച്ചകടാതെ ഫലം ചൂടി നിൽക്കുന്ന അതിവൃക്ഷമാണോ നമ്മൾ? ഒരാത്മശോധനയ്ക്ക് ദൈവം നമ്മളെയൊക്കെ വിളിക്കുക. ദൈവം നമ്മളെയൊക്കെ വിളിക്കുന്നു. ഡിഗ്രി വിദ്യാർത്ഥികളുടെ ക്ലാസ്സിൽ സാറ് ഒരു ചോദ്യം ചോദിച്ചു ഒരു കുട്ടിയോട്, നീ ആരാ? അവൻ്റെ പേര് പറഞ്ഞു. നിൻ്റെ പേരല്ല ചോദിച്ചത്, നീ ആരാ? അവൻ പറഞ്ഞു, BSc സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. നീ പഠിക്കുന്ന വിഷയമല്ല ചോദിച്ചത്, നീ ആരാ? അവൻ പറഞ്ഞു, ഞാൻ ഇന്നയാളുടെ മോനാണ്. നിൻ്റെ അപ്പൻ്റെ പേരല്ല, നീ ആരാ? അവൻ പറഞ്ഞു, ഇന്ന വീട്ടിലെയാണ്. വീട്ടുപേരല്ല, നീ ആരാ?
ഉത്തരം കൊടുക്കാൻ അവൻ പരാജയപ്പെട്ടു. നമ്മൾ ആര് എന്നതിൻ്റെ ഉത്തരം കൊടുക്കാൻ നമ്മൾ പരാജയപ്പെടുന്നു. നമുക്കുള്ള വില നമ്മൾ അറിയുന്നില്ല. നമുക്കുള്ള വില നമ്മൾ തിരിച്ചറിയുന്നുമില്ല. ജീവിതത്തിൽ നമ്മൾ ബലപ്പെട്ടവരാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം. മനുഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ബന്ധത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ വില നിശ്ചയിക്കപ്പെടുന്നത്. ബന്ധങ്ങൾ ഇല്ലാത്ത മനുഷ്യൻ വിലയില്ലാത്ത മനുഷ്യനാണ്. ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന മനുഷ്യൻ വിലപ്പെട്ട മനുഷ്യനാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം അവന് 4 ബന്ധങ്ങൾ സ്ഥാപിക്കുവാനുള്ള ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. ആ 4 ബന്ധങ്ങൾ എത്ര മെച്ചപ്പെട്ട രീതിയിൽ സ്ഥാപിക്കുന്നു അതനുസരിച്ച് നമ്മുടെ വില നിശ്ചയിക്കപ്പെടും. 1, ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിക്കുന്നവനാകണം മനുഷ്യൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തോട് ബന്ധപ്പെടാത്ത മനുഷ്യന് അടിസ്ഥാനപരമായ എന്തോ കുറവുണ്ട്. ദൈവത്തോട് ബന്ധമില്ലാത്ത മനുഷ്യന് അടിസ്ഥാനപരമായ ഒരു കുറവുണ്ട്. ഒരു ചെടി ഏത് ഉൾപ്രദേശത്ത് നട്ടാലും അതിൻ്റെ ഇല സൂര്യനെ തേടിപ്പോകും. ഒരു വൃക്ഷത്തൈ ഏത് മലമുകളിൽ തട്ടാലും അതിൻ്റെ വേര് വെള്ളം തേടിപ്പോകും. അതുപോലെ മനുഷ്യൻ എവിടെയാണേലും അവൻ്റെ ഹൃദയം ദൈവത്തെ തേടി പോകണം. സഭാപിതാവായ അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും. ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിതയാത്രകൾ നമ്മൾ തുടരണം. അതിന് വിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന, ബൈബിൾ വായന, വാർഷിക ധ്യാനം, ഇടവക ജീവിതം, ആത്മീയ വായനകൾ, വിശുദ്ധരുമായുള്ള സംസർഗം, ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നു. ഇതൊന്നുമില്ലാതെ കുറച്ച് ഭക്ഷണവും കഴിച്ച് ദേഹവും കൊടുത്ത് ഒരു മൃഗത്തെ പോലെ നമുക്കങ്ങ് ജീവിച്ച് കടന്നു പോകാൻ പറ്റും. അതല്ലല്ലോ ദൈവം ആഗ്രഹിക്കുക. സൃഷ്ടിക്ക് സൃഷ്ടാവുമായി ഒരു ബന്ധം വേണം. സൃഷ്ടാവുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോകാൻ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കരുത്. ദൈവം ഇല്ല എന്ന് എൻ്റെ നാക്കുകൊണ്ട് പറയരുത്. ദൈവമില്ല എന്ന് പറയുന്ന ദൈവനിഷേധികളുമായി ഞാൻ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കരുത്. ദൈവമില്ല എന്ന് ഞാൻ പറയുന്നത് എനിക്ക് നാക്കില്ല എന്ന് നാക്കുകൊണ്ട് പറയുന്നത് പോലെയാണ്. അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ച് അമ്മയില്ല എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ കിടന്നാണ്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുക എന്നത്. ശരിക്കും പ്രകാശിക്കുന്ന, ശോഭിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. ദൈവവുമായുള്ള ബന്ധത്തിൽ വീഴ്ച വരുത്താതിരിക്കുക, ദൈവവുമായുള്ള ബന്ധത്തിൽ കുറവ് വരുത്താതിരിക്കുക. അതിന് ഏതെല്ലാം വഴികളാണോ ദൈവം നമുക്ക് തരിക, ആ വഴികളെ ശരിക്കും ഉപയോഗിക്കുക, ദൈവവുമായി ബന്ധപ്പെടുക. കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സെമി പോലും കാണാതെ പുറത്തു പോകുന്ന ഒരവസ്ഥ. പ്രശസ്ത താരൻ നെയ്മർ നടുവിന് തൊഴിയേരി തളർന്നു വീണതിൻ്റെ പ്രത്യാഘാതമായിട്ട് ബ്രസീൽ തോറ്റു പുറത്തായതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ബ്രസീലിൻ്റെ തലസ്ഥാന നഗരിയിൽ ഒരു പുൽത്തകിടിയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു നിന്നു. 30 റൗണ്ട് വെടിവെക്കുന്ന ഒരു തോക്കുമായിട്ട്. എല്ലാവരും നോക്കി നിൽക്കിയ ചെറുപ്പക്കാരൻ വലതുകാലിൽ ഉപ്പൂറ്റി പുല്ലിൽ കുത്തി വട്ടം ചുറ്റി കറങ്ങി ആകാശത്തിലേക്ക് 30 റൗണ്ട് വെടിവെച്ചു. ആൾക്കാർ ചോദിച്ചു, നീ എന്താ ഈ ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ബ്രസീലിനെ ലോകകപ്പ് ഫുട്ബോളിൽ തോൽപ്പിച്ച ദൈവം എവിടാണേലും അവനോട്ട് കൊള്ളാൻ വേണ്ടിയാണ് 20 റൗണ്ട് വെടി. ഇതുപോലെ മനുഷ്യരുണ്ട്, ദൈവത്തെ വെടിവെക്കുന്നവർ. ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടെത്തും. ഇപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏത് തലത്തിൽ നമ്മൾ നിൽക്കുന്നു? എനിക്ക് നൽകപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ദൈവവുമായി പരമാവധി ബന്ധം സ്ഥാപിച്ച് ജീവിതയാത്ര ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകണം. അത് എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കും. 2, മനുഷ്യരുമായുള്ള ബന്ധം. ദൈവത്തോട് ബന്ധപ്പെടുന്നത് പോലെ മനുഷ്യരുമായുള്ള ബന്ധം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഈ ബന്ധങ്ങളെ ബേസ് ചെയ്തതാണ്. ഉൽപ്പത്തി 3:9, ആദം നീ എവിടെ? ദൈവവുമായി ബന്ധത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു? ഉൽപ്പത്തി 4:9, കായേൻ നിന്റെ സഹോദരനായ ആബേൽ എവിടെ? മറ്റു മനുഷ്യരുമായുള്ള ബന്ധത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു?
മനുഷ്യരോട് നമ്മൾ ബന്ധപ്പെടണം. സാധിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യണം. ചെറുതോ വലുതോ ആകട്ടെ. മത്തായി 10:42 ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തപ്പോൾ നീ എനിക്ക് തന്നെയാണ് ചെയ്തത്. ലൂക്കാസ് സുവിശേഷം 10 മുറിവേറ്റ മനുഷ്യനെ സത്രത്തിൽ കൊണ്ടുവന്ന് പരിചരിച്ച സമറിയാക്കാരൻ പോകുന്ന സമയത്ത് സത്രം സൂക്ഷിപ്പുകാരനോട് പറയുന്നൊരു വാക്കുണ്ട്, ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമെന്ന് തന്നോളാം. ഇതാണ് ക്രൈസ്തവ വിശ്വാസം. ഈ ഭൂമിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ നന്മ ചെയ്താലും അവൻ്റെ തിരിച്ചുവരവിൽ, എൻ്റെ കർത്താവിന് രണ്ടാമത്തെ വരവിൽ അതിന് സമ്മാനമുണ്ട്. എന്തെങ്കിലും കുറവുണ്ടോ തിരിച്ചു വരുമ്പം ഞാൻ തന്നോളാം. മനുഷ്യരുമായി ഒരു ബന്ധം, പാവപ്പെട്ട മനുഷ്യരോടുള്ള സ്നേഹം, നിരാലംബരോടുള്ള പരിഗണന, ഇത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുക, മനുഷ്യരോടുള്ള ബന്ധം. മനുഷ്യരോട് ബന്ധപ്പെടാതെ നമുക്കാർക്കും ജീവിക്കാൻ പറ്റിയാലല്ലോ. എത്ര പേരോട് ബന്ധപ്പെട്ടാൽ നമ്മളൊക്കെ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. കുഞ്ഞുനാളിൽ ജനിച്ചു വീണ കാലം അപ്പനമ്മമാരോട് ബന്ധപ്പെട്ടല്ലേ നമ്മൾ വളർന്നു വന്നത്. അമ്മ പറയുക, മിടുക്കൻ മോൻ, മിടുക്കി മോൾ, എൻ്റെ കൈകൊണ്ട് തൊടുകയില്ല, ഇഷ്ടമുള്ള ഷേപ്പിൽ ഇവൾ വളർന്നു വന്നോട്ടെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നേനേയും നമ്മുടെ അവസ്ഥ. മംഗോളിയൻ വർക്കത്തിൻ്റെ കൂട്ട് പതുങ്ങിയ മൂക്കും, കാട്ടുപന്നിയുടെ തേറ്റാ പോലെ കൂർത്ത പല്ലുമായിട്ട് ഒരു ഷേപ്പുമില്ലാതെ നടന്നേനേയും. ഓരോ അമ്മച്ചിയും നമ്മളെ പ്ലാസ്റ്റിക് ഷീറ്റിൽ കിടത്തി വയറെ തിരുമി, പുക്കളെ തിരുമി, മൂക്കിൽ തിരുമി, മോണെ തിരുമിയപ്പം ഈ ഷേപ്പുള്ള മുഖവും രൂപവും ഭംഗിയൊക്കെ നമുക്ക് ലഭിച്ചു. നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. മുടി വെട്ടിയ ബാർബർ, തുണി തുന്നിയ തയ്യൽക്കാർ, പഠിപ്പിച്ച അധ്യാപകർ, കുത്തിവെച്ച നേഴ്സ്, മരുന്ന് വിധിച്ച ഡോക്ടർ, എത്രയോ പേരോട് ബന്ധപ്പെട്ടാൽ നമ്മളൊക്കെ ജീവിക്കുക. വെറുതെ ഓർക്കുക, ഒരു കഷ്ണം വറുത്ത മീൻ നമ്മുടെ മേശപ്പുറത്ത് വരുമ്പോൾ എത്ര പേരാ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വഞ്ചി തുഴഞ്ഞവർ, വലയെറിഞ്ഞവർ, ലേലം പിടിച്ചവർ, കൊട്ടയിലാക്കിയവർ, ചുമന്നുകൊണ്ട് വന്നവർ, വെട്ടാനി വെച്ച് കത്തി ഉണ്ടാക്കിയ കൊല്ലൻ, വറക്കാനി വെച്ച ചട്ടി, ചട്ടിയിലൊഴിച്ച എണ്ണ, എണ്ണയുണ്ടായ തേങ്ങയുണ്ടായ തെങ്ങ്, മസാലപ്പൊടികൾ, എത്ര പേര് പ്രവർത്തിച്ചപ്പോഴാണ് ഒരു കഷ്ണം മീൻ വറുത്ത മീനായി മേശപ്പുറത്ത് വന്നത്. ആരും ഓർത്തേക്കല്ലേ, നീണ്ട കരയിൽ ഏതോ മുക്കുവൻ വലയെറിഞ്ഞപ്പം ഒരു കഷ്ണം വറുത്ത മീൻ ഡിസ്കോ ഡാൻസ് കളിച്ച് വലയിലേക്ക് വരികയും അത് ലോങ് ജമ്പ് ചാടി നമ്മുടെ ഊട്ടുമേശയിലെത്തി ഓർത്തേക്കരുത്. 100 പേര് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മീൻ വറുത്ത മീനായി മേശപ്പുറത്ത് വരിക. അപ്പം നമുക്ക് മനുഷ്യരോട് വലിയ കടപ്പാടുണ്ട്, എല്ലാവരോടും കടപ്പാട്. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കി ഉള്ളു തുറന്ന് ചിരിക്കണം, സ്നേഹപ്രകടനം നടത്തണം, സാധിക്കുന്ന നന്മകൾ ചെയ്യണം. അവിടെയാണ് മനുഷ്യൻ സൃഷ്ടിയുടെ കിരീടമായിട്ട് മാറുക. ഒന്നാമത്തെ ബന്ധം ദൈവത്തോട്, രണ്ടാമത്തെ ബന്ധം മനുഷ്യരോട്. 3 മനസ്സാക്ഷിയോട് നമുക്ക് ഒരു വലിയ ബന്ധം വേണം. നമ്മളെ നല്ലവരാക്കി മാറ്റുന്നത് നമ്മുടെ മനസ്സാക്ഷിയാണ്. ശുദ്ധ മനസ്സാക്ഷി ഫോം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. മനസ്സാക്ഷിയുമായി നമുക്ക് ഒരു വലിയ ബന്ധം. നമ്മൾ പറയും പോത്തിൻ്റെ ചങ്ക്, കാളയുടെ ചങ്ക്, കോഴിയുടെ ചങ്ക്. മനുഷ്യന് ചങ്കല്ല, ഹൃദയം. ദൈവം മനുഷ്യന് കൊടുത്ത വലിയ സമ്മാനമാണ് മനസ്സാക്ഷി. മനസ്സാക്ഷി ഉള്ളതുകൊണ്ടാണ് രാവിലെ പറ്റിയ തെറ്റുകൾ വൈകുന്നേരം തിരുത്താൻ സാധിക്കുന്നത്. രാവിലെ 8 മണിക്ക് പറ്റിയ തെറ്റ് വൈകിട്ട് 5 മണിക്ക് സോറി എന്ന് പറഞ്ഞ് തിരുത്താൻ പറ്റും. അമ്മയോട് പറഞ്ഞ വാക്ക്, അപ്പനോട് പറഞ്ഞ വാക്ക്, ജീവിത പങ്കാളിയോട് പറഞ്ഞ വാക്ക്, കൂട്ടുകാരോട് പറഞ്ഞ വാക്ക് തെറ്റിപ്പോയെങ്കിൽ സോറി പറയാൻ നമുക്ക് പറ്റും. കാരണം നമുക്ക് മനസ്സാക്ഷി. പക്ഷെ നമ്മുടെ വീട്ടിലെ പട്ടിക്ക് മനസ്സാക്ഷിയുണ്ടോ? ഏതെങ്കിലും പട്ടിക്ക് ഓർക്കാൻ പറ്റുമോ? രാവിലെ 8 മണിയുടെ കുരയ്ക്ക് ബലം പോരായിരുന്നു, അതുകൊണ്ട് വൈകിട്ട് 5:30 ഇരുത്തി കുരച്ചേക്കാം. ചിന്തിക്കാൻ പറ്റുകയില്ല. മനുഷ്യനെ പറ്റൂ മനസ്സാക്ഷി. അപ്പം നമ്മൾ ഒരു മനസ്സാക്ഷി പരിശോധന ഇടയ്ക്കിടയ്ക്ക് നടത്തണം. ഞാൻ ഈ പോക്ക് പോയാൽ ഒരു പോക്കാണോ? ലോകം എന്നെക്കുറിച്ച് എന്തു പറയും? മനസ്സാക്ഷി ഉള്ളവരെയാണ് ലോകം മാനിക്കുന്നതും ദൈവം അനുഗ്രഹിക്കുന്നതും മറ്റുള്ളവർ ആദരിക്കുന്നതും. അപ്പം മനസ്സാക്ഷിയുമായി ഒരു നല്ല ബന്ധം. മനസ്സാക്ഷിക്ക് ചേരാത്ത വാക്കുകൾ പറയരുത്, കുത്തുവാക്ക് പറയരുത്, നൊമ്പരപ്പെടുത്തരുത്, മുറിപ്പെടുത്തരുത്. മനസ്സാക്ഷിക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക.
അപ്പോൾ 1 ദൈവത്തോടുള്ള ബന്ധം, 2 മനുഷ്യരോടുള്ള ബന്ധം, 3 മനസാക്ഷിയുമായുള്ള ബന്ധം, 4 നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ ബന്ധമാണ് പ്രകൃതിയും ആയുള്ള ബന്ധം. പ്രകൃതിയും ആയുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രപഞ്ചത്തെ നമ്മൾ സ്നേഹിക്കണം, പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം, ദൃശ്യപ്രകൃതിയെ, ദൃശ്യപ്രപഞ്ചത്തെ നമ്മൾ സ്നേഹിക്കണം. ആ പ്രകൃതിയുമായി നമുക്ക് ഒരു നല്ല ബന്ധം നമ്മൾ സൂക്ഷിക്കണം. നല്ല ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം പ്രകൃതിയുമായി. കാരണം ദൈവത്തിൻ്റെ വെളിപാട് പുസ്തകമാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ നമ്മൾ തള്ളിപ്പറയരുത്. പ്രപഞ്ചത്തെ ഗൗരവമായി എടുക്കുവാൻ നമ്മൾ പഠിക്കണം. പ്രകൃതിയുമായുള്ള ബന്ധം പർദീസായിൽ തകരുന്നുണ്ട്. നീ സൃഷ്ടിച്ച ജീവി സർപ്പം അതെന്നെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ സിമ്പലാണ് സർപ്പം. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ബന്ധങ്ങളിൽ ഒരു വിള്ളൽ വീഴുന്നതായി നമ്മൾ കാണുന്നുമുണ്ട്. പ്രപഞ്ചത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് മോഡേൺ ഇക്കോളജി, പരിസ്ഥിതി ശാസ്ത്രം ഒരുപാട് വളർന്നു വരുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, പരിസ്ഥിതികളെ ഒന്ന് ശ്രദ്ധിക്കണം. വൃത്തിയും ചിട്ടയും ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ സൂക്ഷിക്കണം. കിടക്കുന്ന മുറി, താമസിക്കുന്ന വീട്, പഠിക്കുന്ന സ്ഥാപനം, അതിന് കോമ്പൗണ്ട്, ജോലി ചെയ്യുന്ന സ്ഥലം, അതിൻ്റെ പരിസരങ്ങൾ എല്ലായിടത്തും വേണം ഒരു ചിട്ട, വൃത്തി, മെന. ജീവിതത്തിൽ പ്രകൃതിയുമായി ഒരു നല്ല ബന്ധം നമ്മൾ സ്ഥാപിക്കുക. സ്ഥലമുണ്ടോ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പൂന്തോട്ടങ്ങൾ വളർത്തിയെടുക്കുക, വെള്ളത്തിൻ്റെ ഉറവകളെ കളയാതിരിക്കുക, ടൈൽസ് ഒട്ടിച്ച് മുറ്റങ്ങൾ നിറച്ച് വെള്ളം ഒഴുകുന്ന ആ കണ്ണികൾ, ചാലുകൾ അടച്ചു കളയാതിരിക്കുക, പ്രകൃതിയെ അതിൻ്റേതായ തനിമയിൽ പരമാവധി സൂക്ഷിക്കുക, രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ ഉപയോഗിക്കുക, മരങ്ങൾ വെറുതെ വെട്ടിമുറിച്ച് നശിപ്പിക്കാതിരിക്കുക. ഇതെല്ലാം പ്രകൃതിയുമായുള്ള ബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മഴവെള്ളം ശേഖരിക്കുന്ന സംഭരണികൾ, പുരയിടങ്ങൾ ഉള്ളവർ വ്യക്തമായിട്ട് അത് സൂക്ഷിക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചുറ്റുപാടുകളിൽ ചെയ്യണം. വൃത്തി, ചിട്ട, ഇതൊക്കെ പ്രകൃതിയുമായുള്ള ബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. 8 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രകൃതിയെ ഒരുപാട് സ്നേഹിച്ച ഒരു വലിയ വിശുദ്ധൻ ജീവിച്ചിരുന്നു. 2ാം ക്രിസ്തുവെന്ന് സഭ പേര് വിളിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. കപ്പുച്ചിൻ സന്യാസ സഭയുടെയും അനേക ഫ്രാൻസിസ്കൻ സമൂഹങ്ങളുടെയും സ്ഥാപകനായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അദ്ദേഹം പ്രകൃതിയെ ഒരുപാട് സ്നേഹിച്ചു, പ്രകൃതിയെ ഒത്തിരി സ്നേഹിച്ചു, മരങ്ങളെ സ്നേഹിച്ചു, സൂര്യൻ, ചന്ദ്രൻ, വെള്ളം എല്ലാറ്റിനെയും സ്നേഹിച്ചു. അദ്ദേഹം സൂര്യകീർത്തനത്തിൽ ഇങ്ങനെ പാടി: സൂര്യൻ സഹോദരൻ, ചന്ദ്രൻ സഹോദരി, വെള്ളം സഹോദരി. മരിക്കാൻ നേരത്ത് പാടി: സോദരി മരണമേ സ്വാഗതം സ്വാഗതം, സോദരി മരണമേ സ്വാഗതം സ്വാഗതം. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ സ്നേഹിക്കുക, വൃക്ഷലതാദികളെ സ്നേഹിക്കുക, വെള്ളത്തെ സ്നേഹിക്കുക, ശലഭത്തെയും ഒക്കെ സ്നേഹിക്കുക. ഇന്ന് പ്രകൃതിയിൽ നന്മ അധികം വളരുകയില്ല. പൂമ്പാറ്റ, നല്ല പറവകൾ, നല്ല തുമ്പികൾ, നല്ല പക്ഷികൾ, അങ്ങനെയുള്ള നന്മ ഒത്തിരി കാണുന്നില്ല. പിന്നെയോ ഇന്ന് വളരുന്നത് പാറ്റ, മൂട്ട, പല്ലി, ഓന്ത്, അങ്ങനെയുള്ള ജീവികൾ വളരുന്ന ലോകത്തിലാണ്. അവിടെയാണ് നന്മയെ വളർത്താൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ജീവിതം കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് പറയാൻ പറ്റണം, ഈ മനുഷ്യനെ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. ദൈവം വിട്ടൊരു മനുഷ്യനുണ്ട്, അതായിരുന്നു ആ മനുഷ്യൻ എന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയണം. അങ്ങനെ ലോകത്തിൽ ദൈവത്തിന് നിറവേറ്റുവാനും ഓട്ടം പൂർത്തിയാക്കുവാനും ദൈവം നമ്മളെ വിളിക്കുന്നു. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സൃഷ്ടിയുടെ മകുടമായി ഞങ്ങളെ സൃഷ്ടിച്ചതിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അതിന് ചേരാത്ത ചിന്തകളോ പ്രവൃത്തികളോ വന്നെങ്കിൽ ഞങ്ങളതിൽ മാപ്പ് ചോദിക്കുന്നു. യഥാർത്ഥ മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ശക്തി തരണമേ. മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ആരെയും മുറിപ്പെടുത്താതെയും നല്ല ഓർമ്മകൾ സമ്മാനിച്ചും കടന്നു പോകുന്ന ഒരു ജീവിതമായി ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ മാറ്റണമേ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും നൽകി
ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ.